ബിജു ഇൻറ്റൻഷനലി ചെയ്തതാണെങ്കിൽ ബിജു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ട പടത്തിന് നടക്കുന്ന ആരാധന. ശരി, ചോദിച്ചോ. രവിയേട്ട, അപ്പോൾ ഇന്നലെ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ വിവാദമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം ബിജുവേട്ടൻ്റെ കാര്യമായാലും ഇപ്പം 15 ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? അപ്പം ഈ ആർട്ടിസ്റ്റുകൾ പ്രൊമോഷന് പോകുന്നില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ എപ്പോഴും അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെയാണ്. അതാരാണെങ്കിലും ശരി. ഇപ്പോൾ ലാലേട്ട പടത്തിന് നടക്കുന്ന ആരാധന. പക്ഷെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം എനിക്കറിയാം ബിജുവിനെ ചിലപ്പം എന്തെങ്കിലും കാരണവശാൽ അതൊരു ഇൻറ്റൻഷനലായിട്ട് വരാതിരിക്കുന്ന ആവില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിജു ചെയ്തത് തെറ്റാണ്. ഇൻറ്റൻഷനലായിട്ട് ഞാൻ പോകില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഞാനും ബിജുവിനോട് പടം ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഫൈൻ അടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ശരി. ബിജു ഇൻറ്റൻഷനലി ചെയ്തതാണെങ്കിൽ ബിജു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ബിജു അങ്ങനെ ചെയ്യരുത്. ബിജു എന്നല്ല, ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും ശരി. ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വലിയൊരു ഭാഗമാണ്. കാരണം ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് നിങ്ങൾ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ തിയേറ്ററിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും അറിയില്ലെങ്കിൽ പോകും. നേരെ മറിച്ച് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ മൊബൈലിൽ കാണുന്ന 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഈ നിങ്ങൾ കാണുന്ന ആ ഒരു റീലെന്ന് പറയുന്നത് അത് വളരെയധികം ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ ഈ ആർട്ടിസ്റ്റുകളും കൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അതൊരു പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത് ഗുണം ചെയ്യുന്നു. സോ പ്രൊമോഷൻ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് യുവർ ജോബ്. വെറും അഭിനയിച്ചിട്ടും ഡബ് ചെയ്തിട്ടും പോയതുകൊണ്ട് മാത്രമായില്ല നമ്മൾ പ്രൊമോഷൻ പറഞ്ഞു. അത് ഇപ്പോൾ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ പോലെ ഷൈനൊക്കെ എനിക്കറിയാം, ശരിയല്ലെങ്കിൽ 3, 4, 10 പ്രാവശ്യം ചെയ്യിപ്പിക്കും. നമ്മളത് ചെയ്തിരിക്കണം, ആ ഡയറക്ടർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ബിജു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, ബിജു തെറ്റുകാരനായിരിക്കാം. പക്ഷേ ബിജുവിൻ്റെയും കൂടെ ഭാഗം നോക്കണം, എന്തേ വന്നില്ല എന്നുള്ളത്. അങ്ങനെ പ്രശ്നക്കാരല്ല ബിജു, നല്ലൊരു കുട്ടിയാണ്. ഇപ്പോൾ ഇതുവരെ ആയാലും അങ്ങനെ ഒരു വിവാദത്തിലും പെടാത്തൊരാളാണ്. ഒരിക്കലും ബിജു ഒരിക്കലും വിവാദപ്പെടില്ല. അങ്ങനെ ഒരാളെ പറ്റി ഇപ്പം ഇത്ര ഓപ്പണായിട്ട് അയാളുടെ പേര് പറയുമ്പോൾ അയാളെ സിനിമ ജീവിതത്തെ ബാധിക്കും തോന്നുന്നു. അതിപ്പോൾ ഞാനിപ്പം നമ്മൾ ഈ ഓപ്പൺ എന്ന് പറയുന്ന സമയത്ത് ബാദുഷ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പടങ്ങളുടെയും പ്രൊഡക്ഷൻ തുടക്കം മുതൽ എൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് വരുന്നതും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആവുന്നതല്ല, മിഷൻ 90 ഡേയ്സിൽ. ഇന്ന് ആ ബാദുഷ അടക്കം ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ ബാദുഷ വാങ്ങിച്ചിരിക്കാം. പക്ഷേ നിങ്ങളിത് ആദ്യം ഇരുന്ന് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കും. നിങ്ങളൊക്കെ കൂട്ടുകാരാണ്, നമ്മൾ തമ്മിൽ വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു മീഡിയ നല്ല സൗണ്ട് ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം അത് അവിടെയാണ് ഇതെല്ലാം പബ്ലിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് പറയില്ല, വാഷിൻ്റെ ലിനൻ പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ അഴുക്ക് തുണികൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അലക്കുന്നത് അത് ചെയ്യുന്നത് തെറ്റാണത്. ഇതിന് സംസാരിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേരിലുണ്ടല്ലോ ഒരു ഞാനൊരു 30 ലക്ഷം ഇത് ആരാണത്? അതിൻ്റെ ഹലോ കഴിഞ്ഞിട്ട് മതി. അപ്പം ഇതെന്താണെന്നുള്ളത് അറിയാതെ ചില കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്.